യു ആർ വാട്ട് യു ഈറ്റ് കേട്ടിട്ടുണ്ടാവും, പക്ഷേ തെറ്റാണ്. യു ആർ വാട്ട് യു ഈറ്റ് അല്ല, മറിച്ച് യു ആർ വാട്ട് യു അബ്സോർബ് ആൻഡ് മെറ്റബോളൈസ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഒപ്റ്റിമൽ ഗട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ 6 മേഖലകളായിട്ട് ഇതിനെ വേർതിരിച്ചിട്ടുണ്ട്. പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ തന്നെയാണ്. അവരിലുള്ള ESRന്റെ എലിവേഷൻ, അവരിലെ CRP, HSR എന്ന HSCRP പോലുള്ളവ എലിവേറ്റ് ചെയ്ത് നിൽക്കുക. സോ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെ തീർച്ചയായിട്ടും ഗട്ടുമായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അവരുടെ ഗട്ട് ബാരിയറിലുള്ള ലീക്കേജ്. പലപ്പോഴും ഗ്യാസ് പ്രോബ്ലം വരിക, ബർപ്പിംഗ്, ബെൽച്ചിങ്, കീഴ്വായു ശല്യം, ഏമ്പക്കം, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അവർ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ഗട്ട് ബാരിയറിലുണ്ടാകുന്ന ഗട്ട് ലീക്കേജ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറയിലുള്ള ഇംബാലൻസ് ആണ്. പലതരത്തിലുള്ള ബാക്ടീരിയാസും മൈക്രോബ്സും ഉള്ളതാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ എന്ന് പറയുന്നത്. ഇവിടെ ഫംഗസിന്റെ അതിപ്രസരമുണ്ടോ, ഇവിടെ പ്രോട്ടോസോവ അഗ്രസീവായിട്ട് നിൽപ്പുണ്ടോ, ഇതറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൂപ്പ് അനാലിസിസ് ചെയ്യണം, ഒരു മൈക്രോബയോട്ടയുടെ അനാലിസിസ് തന്നെ ചെയ്യണം. അതിനെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. നാലാമത്തേതെന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് പാൻക്രിയാറ്റിക് സെക്രീഷൻസ്. ഇന്നലെ വന്ന ഒരു പേഷ്യന്റ് ഭയങ്കരമായിട്ട് ഒബീസാണ് അദ്ദേഹം, പക്ഷെ അദ്ദേഹത്തിൽ ലെപ്റ്റിൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ വളരെ വളരെ കൂടുതലാണ്. എന്താണ് അതിന്റെ സൈഡ് എഫക്ട്? നമ്മൾ എത്ര കഴിച്ചാലും മതി വരാത്ത അവസ്ഥ. സോ ഹൈ ലെപ്റ്റിൻ നിൽക്കുന്ന അവസ്ഥ പലതരത്തിലുള്ള എൻസൈംസിന്റെയും സെക്രീഷൻസിന്റെയും അനാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലൊന്നാണ്. അഞ്ചാമത്തേത് മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷൻ ആണ്. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരിക, ലെത്താർജി വരിക, അമിതമായിട്ട് ഉറങ്ങാൻ തോന്നുക, അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ വരിക. ആറാമത്തേത് എലിമിനേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ആണ്. ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകാൻ തോന്നുക, ഫുഡ് കഴിച്ചപ്പോൾ പെട്ടെന്ന് നെഞ്ചരിച്ചിൽ തോന്നുക, അല്ലെങ്കിൽ 3-4 ദിവസമായിട്ട് കോൺസ്റ്റിപ്പേഷൻ തോന്നുക. ഈ 6 പോയിന്റ്സിനെയും ഗട്ട് ഡിസ്ഫങ്ഷനിൽ കൺസിഡർ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. ഒരു ഗട്ട് ഡിസ്ഫങ്ഷനെ കറക്റ്റ് ചെയ്യേണ്ട 3 ലേയേഴ്സ് ഉണ്ട്. പ്രൈമറി ആയിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ബവൽ മൂവ്മെന്റ്സ്, ആ ബവൽ മൂവ്മെന്റ്സിൽ നിങ്ങളുടെ സ്റ്റൂളിൽ എത്രത്തോളം നിങ്ങളുടെ മൈക്രോബയോട്ടൽ ഇംബാലൻസ് ഉണ്ട്, ഏതൊക്കെ ഫുഡാണ് നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ളത്, നിങ്ങളുടെ ബോഡിയിൽ IgG എലിവേഷൻ വരുത്തുന്ന ഏതൊക്കെ ഫുഡ് മോളിക്യൂൾസ് ഉണ്ട്, ഇതൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അനലൈസിങ്ങിന് കഴിഞ്ഞിട്ട് എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് ലെവലിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഗട്ട് മൈക്രോബയോമിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഗട്ടിന്റെ നെർവസ് സിസ്റ്റത്തിന് നമ്മൾ എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു സെക്കൻഡ് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ബ്രെയിനിനെ ഒരു പ്രോപ്പർ ആയിട്ട് ഗട്ട് ഡിസ്ഫങ്ഷനിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങളുടെ പാനിക് അറ്റാക്സ്, നിങ്ങളുടെ സ്ലീപ്പ് ഇഷ്യൂസ്, ഇതൊക്കെ ഗട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന് കാര്യം, പ്രതിരോധത്തിനുള്ള നമ്മുടെ കോശങ്ങളും 60% ഗട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു കോർ ആസ്പെക്ട് ആയിട്ട് ഗട്ട് ഡിസ്ഫങ്ഷനിൽ കണക്കാക്കേണ്ടതുണ്ട്. സോ ഈ ട്രയാഡ് ഗട്ട്, ബ്രെയിന്, ഇമ്മ്യൂൺ സിസ്റ്റം കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു പ്രോപ്പർ ഗട്ട് ഡിസ്ഫങ്ഷനിൽ നിന്നും ഒരാളെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം.